പ്രൈസ് ദി ലോർഡ്. 34 സങ്കീർത്തനം 5 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഭക്തനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ തൻ്റെ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെക്കുറിച്ച് ഒരു പരമസത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവമുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അവരുടെ മുഖം പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം എവിടെയാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കപ്പെടുന്നത്. നമ്മൾ നേരിടുന്നതായ പ്രശ്നങ്ങളെ നോക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തും. നാം നമുക്ക് ചുറ്റുമുള്ളത് മനുഷ്യരെ നോക്കുമ്പോൾ നിരാശരായി തീരുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ നാം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമായി തീരും. നാം പരാജയപ്പെട്ട് ലജ്ജിതരായി തലകുനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിക്കുകയില്ല എന്ന് ഈ തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി നിറഞ്ഞതായ ഒരു ഘട്ടത്തിലാണ് ദൈവമുഖത്തേക്ക് നോക്കിയത്. അതുകൊണ്ട് തന്നെ ദൈവം അവനെ ലജ്ജിപ്പിച്ചില്ല. അവൻ്റെ മുഖത്തെ ആദരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ പർവ്വതത്തിൽ കയറിപ്പോയതായിരിക്കുന്ന മോശ 40 രാവും 40 പകലും ദൈവമുഖം കണ്ടിരുന്നതുകൊണ്ട് അവൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിതമായി. ഇസ്രായേൽ ജനത്തിന് അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ തേജസ് കൊണ്ട് അവൻ്റെ മുഖം നിറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരായിരിക്കാം. നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കും. നാം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.